സയൻറ്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒട്ടേറെ പേർക്ക് ശാസ്ത്രലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹൻ ഇനി ഓർമ്മ. കഴിഞ്ഞ ദിവസം സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതി നിർമ്മാണത്തിനിടയിൽ തുരങ്കത്തിൽ വെച്ച് വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് കോട്ടയം പാമ്പാടി സ്വദേശിയായ അനീഷ് മരണപ്പെട്ടത്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു അനീഷ്. ഒരു എഴുത്തുകാരനും ബ്ലോഗറുമൊക്കെ ആയിരുന്നു. ശാസ്ത്രലോകത്തെക്കുറിച്ചുള്ള ചെറുതും വലുതുമായ ഒട്ടേറെ അറിവുകൾ അദ്ദേഹം യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുമായിരുന്നു. ബന്ധുക്കൾ സിക്കിമിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി ജന്മനാട്ടിലെത്തിച്ചു. അനീഷിന് കണ്ണീരോടെ നാട് വിട ചൊല്ലി. പറഞ്ഞു തീരാത്ത 1000 കഥകൾ ബാക്കിയാക്കി അനീഷ് മോഹൻ എന്ന കഥാകാരൻ യാത്രയായി. അനീഷിനെ യാത്രയാക്കാൻ ദൂരസ്ഥലത്തു നിന്നുൾപ്പെടെ ഒട്ടേറെ പേരാണ് എത്തിച്ചേർന്നത്. അത്രമേൽ താൻ ജീവിച്ച കാലം പ്രിയപ്പെട്ടവരുടെ മനസ്സ് കീഴടക്കാൻ അനീഷിന് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അനീഷിന് മാത്രം സാധിക്കുമായിരുന്ന കാര്യമായിരുന്നു അതെന്ന് കൂട്ടുകാർ പോലും സമ്മതിക്കുന്നു. ശുദ്ധവും വ്യക്തവുമായ മലയാള ഭാഷയിൽ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ള അവതരണം, ശാസ്ത്രലോകത്തെക്കുറിച്ച് ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ലളിതമായ അവതരണം കൊണ്ട് മാത്രം 2.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ സൃഷ്ടിക്കാൻ അനീഷിൻ്റെ സയൻറ്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞു. 6 വർഷം മുൻപ് തുടങ്ങിയ ചാനൽ വഴി 203 വീഡിയോകൾ പോസ്റ്റ് ചെയ്തു. ഫോർമുല 1 കാറുകൾ മുതൽ ഗോസ്റ്റ് മിസൈലുകൾ വരെയും UFO മുതൽ അന്യഗ്രഹ ജീവികൾ വരെയും വിശാലമായ കഥാലോകം പരിചയപ്പെടുത്തുകയായിരുന്നു അനീഷ്. ശീതയുദ്ധകാലത്ത് കടലിൽ മുങ്ങിയ USSRന്റെ K-129 അന്തർവാഹിനി കണ്ടെത്താൻ അമേരിക്കൻ ചാരസംഘടന CIA നടത്തിയ രഹസ്യ ഓപ്പറേഷനായ പ്രൊജക്ട് അസോറിയനെ കുറിച്ചായിരുന്നു അനീഷിൻ്റെ അവസാന വ്ലോഗ്. 14 ദിവസം മുൻപാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇനിയും നിഗൂഢമായ തീരങ്ങൾ ബാക്കി വെച്ചാണ് അനീഷ് വിട പറഞ്ഞത്. സിക്കിമിലെ തുരങ്കപാതയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അനീഷ് മോഹൻ്റെ മൃതദേഹം ഏറെ ശ്രമകരമായാണ് ജന്മനാടായ പാമ്പാടി കൊച്ചുമറ്റത്ത് എത്തിക്കാനായത്. ഭാര്യയും സഹോദരനും അടക്കം അവിടെയെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. സംസ്ഥാന സർക്കാരിനു വേണ്ടി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി മോൻസ് ജോസഫ്, മുൻ മന്ത്രി VN വാസവൻ, MLA ചാണ്ടിയുമൻ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നു. സിക്കിമിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കളടക്കം അനീഷിനെ അവസാനമായി യാത്രയാക്കാൻ എത്തിയിരുന്നു. അനീഷിൻ്റെ ഇളയ കുഞ്ഞിന് 8 മാസം മാത്രമാണ് പ്രായം. കുഞ്ഞിൻ്റെ 28 കെട്ടിനാണ് അവസാനമായി വന്നു പോയത്. ഇത്തവണ ഓണത്തിന് വരുമെന്ന് പറഞ്ഞാണ് നാട്ടിൽ നിന്നും അനീഷ് മടങ്ങിയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ തനിച്ചാക്കി അനീഷ് മാത്രം യാത്രയായി. നാട് കണ്ണീരോടെ വിട നൽകി.